ഇടുക്കിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ. മൂന്നാർ മാട്ടുപ്പെട്ടിയിലാണ് പടയപ്പ എത്തിയത്. പ്രദേശത്തെ വഴിയോരക്കടകൾ തകർക്കുകയും ചെയ്തു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പച്ചക്കറിയും പഴങ്ങളും ഭക്ഷിക്കുകയും ചെയ്തു. രാഹുൽ സുരേഷുണ്ട് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, പടയപ്പയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ മാട്ടുപ്പെട്ടിയിലാണ് പടയപ്പ എത്തിയിരിക്കുന്നതല്ലേ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പടയപ്പ ജനവാസ മേഖലയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാറിന് സമീപം വരെ പടയപ്പ എത്തുകയും ചെയ്തിരുന്നു. റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നതാണ് ശ്രുതി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാട്ടുപ്പെട്ടിയിലാണ് പടയപ്പ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് മാട്ടുപ്പെട്ടിയിലെ വഴിയോര കടകൾ തകർക്കുകയും ഈ കടയ്ക്കകത്തുണ്ടായിരുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അകത്താക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. പടയപ്പ മതപ്പാടിലായതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അടുത്തു പോകാനോ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കാനോ പാടില്ല എന്ന് വനംവകുപ്പ് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിനോദസഞ്ചാരികളൊക്കെ പരമാവധി പടയപ്പയിൽ നിന്നും അകന്നു മാറിയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഇത്തരത്തിൽ തുടർച്ചയായി അക്രമങ്ങൾ ഉണ്ടാകുന്നതിൽ നാട്ടുകാരും വലിയ രീതിയിൽ ആശങ്കയാണ്. സാധാരണ ആളുകളാണ് ഈ പെട്ടിക്കടകളൊക്കെയായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഉപജീവന മാർഗം കൂടി ഇല്ലാതാകുന്നതിൽ ഈ വഴിയോര കച്ചവടം നടത്തുന്ന ആളുകളും വലിയ ആശങ്കയിലാണ്. എന്താണെങ്കിലും വനംവകുപ്പിന്റെ RRT സംഘം പടയപ്പയെ നിരീക്ഷിച്ചു വരികയാണ്. അതിപ്പോൾ പല സമയങ്ങളിലും കാടുകളിലേക്ക് കയറ്റി വിട്ടാലും ഉടൻ തന്നെ കാട്ടിൽ നിന്നും വീണ്ടും നാട്ടുപ്രദേശത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് വനംവകുപ്പ് നൽകുന്ന നിർദ്ദേശം. ഓക്കെ, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.